السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. കഴിഞ്ഞ ആഴ്ചയിൽ 233 ആയത്ത് വരെയാണ് നമ്മൾ കവർ ചെയ്തത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്ന് 234. ഈ ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് എക്സാം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നും നാളെയും ഓരോ ആയത്തുകളെ എടുക്കുള്ളൂ. അടുത്ത ആഴ്ചത്തതിന്റെ കൂടെ കൂട്ടി എക്സാം എടുക്കാം. ഈ ആഴ്ചയിൽ വേറെ കുറച്ച് തിരക്കുകളാണ്. അപ്പോൾ ആ കാര്യം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. I4C കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എയിം ഫോർ സക്സസ് യൂത്തിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് നമ്മൾ ഈ ശനിയാഴ്ച, അതായത് 21 തീയതി ജൂൺ 21 ശനിയാഴ്ച രാത്രി 7:30 ഗൂഗിൾ മീറ്റിൽ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ മക്കളെ, അത് പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, അതായത് ഒരു 6-7 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ 30 മേലെ, അതായത് ഇതുപോലെ സീരിയസ് ആയിട്ട് പഠനങ്ങളിലൊന്നും ഏർപ്പെടാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ. 30 വയസ്സിന് മേലെയുള്ളവർ പഠനത്തിലോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതം, അങ്ങനെ പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ട് തിരക്കായിട്ട് സീരിയസ് ആയിട്ട് ഒരു ദീനി പഠനത്തിലേക്ക്, ഖുർആൻ മനസ്സിലാക്കുന്നതിലേക്കൊന്നും എത്താത്ത കുട്ടികളും ഉണ്ടാവും. അപ്പം ആ ഒരു റേഞ്ചിൽ ഏത് കുട്ടികളാണെങ്കിലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ബോയ്സും ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഗേൾസിനും ബോയ്സിനുമാണ്. ഓക്കെ. അപ്പം പരമാവധി കുട്ടികളെ നിങ്ങൾ ഇവന്റിൽ ശനിയാഴ്ചത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ പോസ്റ്റേഴ്സ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ്, ഇന്നോ നാളെയോ മുതൽ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. എല്ലാ ഗ്രൂപ്പുകളിലും ഇടാൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത്. നിങ്ങൾ പങ്കെടുത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചെറിയ കുട്ടികളുടെ ആണെങ്കിൽ കഴിവിന്റെ പരമാവധി ഉമ്മമാര് ഉണ്ടായാൽ നല്ലത്. ഓക്കെ. അതായത് ഒരു 10-11 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ നല്ലത്. കാരണം ചിലപ്പോൾ അവർക്ക് അത്രയും മനസ്സിലായിക്കൊള്ളുന്നില്ല. അവരെ നമ്മുടെ സപ്പോർട്ടോട് കൂടി അവരെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി ഒരു സ്പീക്കർ, ഇംഗ്ലീഷ് സ്പീക്കർ ഉണ്ടാവും. അപ്പം ഇംഗ്ലീഷിൽ മലയാളം മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരും പങ്കെടുക്കുക. മലയാളത്തിലും സംസാരിക്കും. ഞാനും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം എന്താണ് എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്ന് വിശദമാക്കും. അപ്പം കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാ കുട്ടികളെയും ഏറ്റവും മിനിമം അന്നത്തെ ആ ഒരു മീറ്റിങ്ങിലെങ്കിലും പങ്കെടുപ്പിക്കുക. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് കുട്ടികളെ അതിലേക്ക് എത്തിക്കുകയും കൂടുതൽ കാര്യങ്ങളിൽ സഹകരിക്കുകയൊക്കെ ചെയ്യുക. എല്ലാവരുടെ സഹകരണവും ആവശ്യമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മീറ്റപ്പിന്റെ കാര്യം. കാരണം ഇപ്പോഴും പലരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനിയും പോസ്റ്റ് ചെയ്യാം നമ്മൾ ഫോമും അതിന്റെ ഇൻവിറ്റേഷനും ഒക്കെ ഗ്രൂപ്പുകളിൽ. അപ്പം ഫോമൊക്കെ ഫില്ല് ചെയ്യാത്തവർ ഫില്ല് ചെയ്യുക. കാരണം നമുക്ക് കൗണ്ടൊക്കെ കറക്റ്റ് ആക്കിയാലല്ലേ. ഇനിയിപ്പം കഷ്ടിച്ച് ഒരു മാസവും കുറച്ച് ദിവസങ്ങളും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ കൗണ്ടുകളൊക്കെ കറക്റ്റായിട്ട് തരിക. പിന്നെ ഡൊണേഷൻസ് കൊടുക്കുന്നവർ അതും കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും അതിന്റെ കാര്യം. അപ്പോൾ അതിനോടൊക്കെ സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എളുപ്പമാക്കി തട്ടെ. അല്ലാഹു നമ്മളെ അടുത്തൊന്നും ഇതെല്ലാം സ്വാലിഹായ അമലുകളായിട്ട് സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പം ഈ ആഴ്ച എക്സാം ഇല്ല, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം കേട്ടോ. അടുത്ത ആഴ്ച ഇതും കൂട്ടി, ഈ ആഴ്ചത്തെയും അടുത്ത ആഴ്ചത്തെയും കൂടെ കൂട്ടിയിട്ട് എക്സാം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. 234 ആയത്ത്. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. നിങ്ങളിൽ നിന്ന് യാതൊരു കൂട്ടർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ച് പോവുകയും ചെയ്യുന്നുവോ അവരുടെ ശേഷം അവർ, അതായത് ആ ഭാര്യമാർ, അവരുടെ ദേഹങ്ങളുമായി 4 മാസവും ഒരു 10, അതായത് 10 ദിവസവും കാത്തിരിക്കണം. എന്നിട്ട് അവർ തങ്ങളുടെ അവധി പ്രാപിച്ചാൽ അപ്പോൾ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ ആചാരമര്യാദ അനുസരിച്ച് ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വാക്കർത്ഥം നോക്കാം. വല്ലദീന യാതൊരുത്തർ, യുതവഫൗന അവരുടെ അവധി മുഴുവനാക്കപ്പെട്ടിരിക്കുന്നു. വാവ് ഫ യ. മിങ്കും നിങ്ങളിൽ നിന്ന്,
വയദറൂന അവർ വിട്ടേക്കുകയും ചെയ്യുന്നു അസ്വാജൻ ഭാര്യമാരെ. യദറൂന വാവ് ദാൽ റോ. യതറബ്ബസ്ന അവർ കാത്തിരിക്കണം റോ ബ സ്വാദ് ബി അംഫുസിഹിന്ന അവരുടെ ശരീരങ്ങളുമായി അർബഅത്ത 4 അഷ്ഹുരിൻ മാസങ്ങൾ വ അഷ്റോ ഒരു 10. ഇത ബലഗന എന്നിട്ട് അവർ എത്തിയാൽ, ഈ റൂട്ടുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ആയത്തുകളിൽ വന്നതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അജലഹുന്ന അവരുടെ അവധി, ഫല ജുനാഹ പിന്നെ കുറ്റമില്ല, അലൈക്കും നിങ്ങൾക്ക്, ഫീമ ഫഅൽന അവർ ചെയ്യുന്നതിൽ, ഫീ അംഫുസിഹിന്ന അവരുടെ കാര്യത്തെ പറ്റി, ബിൽ മഅറൂഫി മര്യാദയനുസരിച്ച്, വല്ലാഹു അല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഖബീർ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. തഫ്സീർ നോക്കാം. ഈ ആയത്തില് ഇൻഷാല്ലാ നമ്മൾ അഴുത അല്ലെ, അതായത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ വിധവയുടെ അഴുതയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാല്ലാ. നമ്മൾ നിക്കാഹിനെ കുറിച്ച് പഠിച്ചു. പിന്നെ വിവിധ രീതിയിൽ നിക്കാഹ് അവസാനിപ്പിക്കുന്ന അല്ലെ, അതായത് എങ്ങനെയാണ് ഒരു നിക്കാഹിനെ ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. തൊലാഖും ഖുലഉം ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി മരണം, ഓക്കെ, ഭർത്താവിന്റെ മരണം മൂലം ആ ഒരു വിവാഹം, കാരണം അതും വിവാഹം സ്റ്റോപ്പായി പോകുന്ന, ക്യാൻസൽ ചെയ്യുന്ന വേറൊരു റീസൺ ആണ് അല്ലെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ആ നിക്കാഹ് അവിടെ കഴിയാണ്, കംപ്ലീറ്റ് ആവുകയാണ്. ഭാര്യ ഒറ്റക്കായി, ഭാര്യ വിധവയായി മാറാണ്. അപ്പം ആ ഒരു വിധവയുടെ ഇദ്ദയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആയത്തിൽ പറയാൻ പോകുന്നത്. മാത്രമല്ല ഇനി വരുന്ന ആയത്തുകളിൽ നമുക്ക് ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ, അതായത് വ്യത്യസ്ത കേസുകളുണ്ട് അല്ലെ, ഡിവോഴ്സിന് വ്യത്യസ്ത കേസുകളുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എത്രയാണ് ആ ഒരു സ്ത്രീക്ക് ആ ഒരു കാര്യത്തിൽ എന്താണ് അപ്പം അവകാശമുള്ളത്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്തുകളാണ്. കുറച്ച് ചെറിയ, നമ്മൾ ശരിക്കും ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതൊക്കെ ആയതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക എല്ലാവരും ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നമ്മളൊക്കെ ഒന്നും അപ്ലിക്കബിൾ ആവാത്ത ആൾക്കാരായിരിക്കും, എന്നാൽ പോലും അല്ലെ നമുക്കും നമ്മളെ മക്കൾക്കും ഒക്കെ ഭാവിയുണ്ട്, പിന്നെ അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ്. വല്ലദീന യുതവഫൗന മിൻകും, അപ്പം യാതൊരുവർ യുതവഫൗന മരണപ്പെട്ടു, മിൻകും നിങ്ങളിൽ നിന്നും. ഓക്കെ, യുതവഫൗന വാവ് ഫ യ വഫ. വഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുക, നിറവേറ്റുക, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അവസാനം എത്തുക. ഓക്കെ, ഒരു പ്രോമിസ് ആണെങ്കിൽ ആ പ്രോമിസിനെ കീപ്പ് ചെയ്യുന്നതിന്, നിറവേറ്റുന്നതിനാണ് വഫ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ, അത് ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ആ ഒരു എഗ്രിമെന്റ് അവസാനിച്ച് ആ ഒരു എൻഡ് പോയിന്റിൽ എത്തുന്നതിന് വഫ എന്ന് പറയാം. എന്നാൽ തോഫി എന്ന് പറയുന്ന വാക്ക് മരണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അത് മരണത്തിന് ഉപയോഗിക്കുന്നത്? കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ ശരിക്കും അവന്റെ ആ ഒരു ടേമിന്റെ എഗ്രിമെന്റ് അവസാനിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല അവന് കൊടുത്ത ഒരു എഗ്രിമെന്റ് എത്ര ലോങ് ആണെങ്കിലും അവൻ ഇത്രയും കാലം ജീവിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവന് കൊടുത്ത പ്രോമിസിന്റെ, അവന് കൊടുത്ത എഗ്രിമെന്റിന്റെ ഒരു എൻഡാണ്, ആ ടേം ഓവർ ആവാണ് വഫ ആവുമ്പോൾ അല്ലെ. സുബ്ഹാനല്ലാഹ്, അവൻ ഫുള്ളി യൂസ്ഡ് അപ്പ്. ഇപ്പൊ ഒരു എഗ്രിമെന്റ്, നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിന് ഒരു എഗ്രിമെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് കഴിയുമ്പോഴാണ് അവിടെ വഫ സംഭവിക്കുന്നത് അല്ലെ. അപ്പം അതേപോലെ ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആയി, അവന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവന്റെ റൂഹ് അങ്ങ് എടുത്തു കഴിഞ്ഞു, അവന്റെ ബോഡിയിൽ ഇനി റൂഹിന്റെ അംശങ്ങളൊന്നും ബാക്കിയില്ല. അപ്പം ആണ് എന്താണ് വഫ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങളുടെ ഇടയിൽ യുതവഫൗന മിൻകും, നിങ്ങളുടെ ഇടയിൽ മരണം നൽകപ്പെട്ടവർ അല്ലെങ്കിൽ മരിച്ച പുരുഷന്മാർ, ഓക്കെ, അവർ മരിക്കുമ്പോൾ വയദറൂന അവർ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വിട്ടേച്ചു പോകുന്നു അസ്വാജൻ ഭാര്യമാരെ. ഓക്കെ, വദറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അതേപോലെ ലീവ് ചെയ്യുക, അതിനാണ് വസറ എന്ന് പറയുന്നത്. അസ്വാജൻ നമുക്കറിയാം സൗജന്റെ പ്ലൂറൽ ആണ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ അല്ലെ. ഇവിടെ അസ്വാജ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഭാര്യയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ഭർത്താവ് മരിക്കുകയാണ്, അവന് ഭാര്യയെ വിട്ടേച്ചിട്ട് പോവാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ വാക്ക് അസ്വാജ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് അസ്വാജ് എന്ന് പറയുന്ന ഇണ എന്ന് പറയുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു വ്യക്തി നിക്കാഹ് മൂലം അവന്റെ പാർട്ട്ണറായിട്ട് ആക്കുന്ന ആളാണ് സൗജ് അല്ലെ. അപ്പം ഇവിടെ ഇദ്ദയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിധവകളാണ് ഇദ്ദ ഇരിക്കേണ്ടത്? ഏത് തരത്തിലുള്ളതാണെങ്കിലും, അത് എങ്ങനെയുള്ള മാരേജ് ആണെങ്കിലും അവള് ആ ഒരു ഹസ്ബൻഡിന്റെ, ആ ഒരു ഭർത്താവിന്റെ സൗജാണ്, നിക്കാഹ് മൂലം സൗജായിരിക്കുന്നുവോ
അവൾക്ക് ഇദ്ദ നിർബന്ധമാണ്. അവൾ വളരെ യങ് ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും, അവൾ ചെറിയ പ്രായമാണെങ്കിലും ഒരുപാട് പ്രായമുള്ളവരാണെങ്കിലും ഇദ്ദ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അവരുടെ മാരേജ് കൺസ്യൂമേറ്റ്, അതായത് അവര് വിവാഹം കഴിഞ്ഞ്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നിക്കാഹ് കഴിയും പക്ഷെ അവരൊന്നിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ്, നിക്കാഹ് കഴിഞ്ഞിട്ട് ചിലപ്പം ഭർത്താവ് വേറൊരു നാട്ടിലായിരിക്കും, ഭാര്യ വേറെ നാട്ടിലായിരിക്കും, അവർ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കുകയായിരിക്കും, അത് കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അതായത് അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്താണ്, സൗജാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സൗജുകളാണ്. അപ്പം അവർക്ക് എദ്ദയുണ്ട്. അപ്പം ഏത് ടൈപ്പ് ആണെങ്കിലും ഓക്കെ, സുബ്ഹാനല്ലാഹ്, നിക്കാഹ് കഴിഞ്ഞോ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അവൾക്ക് ഇദ്ദയുണ്ട്. അത് ഒരു ദിവസം മുമ്പ് നിക്കാഹ് കഴിഞ്ഞതാണെങ്കിലും ഒരാഴ്ച മുമ്പ് കഴിഞ്ഞതാണെങ്കിലും 50 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിരുന്നിട്ട് പ്രായമായിട്ട് മരിക്കുകയാണെങ്കിലും ഇദ്ദയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അവർ ഇദ്ദയിരിക്കണം. അപ്പം ഈ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമേ അവൾക്ക് വേറൊരു നിക്കാഹിന്റെ കാര്യം അല്ലെങ്കിൽ വേറൊരു കല്യാണത്തിന്റെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം വരില്ല. അതായത് കല്യാണം ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ പുരുഷൻ മരിക്കുകയാണെങ്കിൽ അവൾക്ക് ഇദ്ദയില്ല. പക്ഷെ നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും, ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവൾക്ക് ഇദ്ദയുണ്ട്. യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന. യതറബ്ബസ്ന, ഈ വാക്ക് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. തറബ്ബുസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിപ്പ്, അതിനാണ് യതറബ്ബസ്ന എന്ന് പറയുന്നത്. ഇവിടെ അവസാനത്തെ നൂന് സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം അവര് വെയിറ്റ് ചെയ്യണം. എങ്ങനെ, ബി അൻഫുസിഹിന്ന, അവര് സ്വയം അല്ലെ, അവര് എല്ലാത്തിൽ നിന്നും പിന്മാറി അവര് സ്വയം വെയിറ്റ് ചെയ്യണം. അവർക്ക് പെട്ടെന്ന് ചെന്ന് അല്ലെ ഒരു നിക്കാഹ് കഴിക്കാൻ പറ്റൂല. ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിയുന്നത് വരെ അവര് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ അവർക്ക് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. യതറബ്ബസ്ന അൻഫുസിഹിന്ന എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നൊക്കെയാണ് അവര് എന്തിൽ നിന്നൊക്കെയാണ് അവര് സ്വയം എന്താണ് ഒതുങ്ങി അല്ലെങ്കിൽ കാത്തിരിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യ സഹജമാണ് അവർക്ക് എന്താണ് ഒരു പാർട്ട്ണർ വേണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെ. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജം ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവർക്ക് ഒരു പാർട്ട്ണർ വേണം എന്നുള്ള ആഗ്രഹം മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഫീലിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭർത്താവ് മരിച്ചു കഴിയുമ്പം അവൾക്ക് ഉടനെ തന്നെ ഒരു പാർട്ട്ണർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റൂല. അവൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എത്ര സമയം? അർബഅത അഷ്ഹുരിൻ, 4 മാസം. അഷ്ഹുർ എന്ന് പറഞ്ഞാല് ഷഹറിന്റെ പ്ലൂറലാണ്. 4 മാസം. അഷ്റ, പിന്നെ ഒരു 10. അപ്പൊ 4 മാസവും 10 ദിവസവും. എത്ര കാലമാണ്? 4 മാസം 10 ദിവസം. ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീക്ക് കാത്തിരിപ്പ് എത്ര കാലമാണ് പറഞ്ഞത്? 3 ആർത്തവ കാലം അല്ലെങ്കിൽ 3 ആർത്തവ ശുദ്ധികാലം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു ഡിവോഴ്സ്ഡ് ആണ്, പക്ഷെ അവൾക്ക് പീരിയഡ്സ് റെഗുലർ അല്ല, അങ്ങനെയുള്ള സ്ത്രീയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പീരിയഡ്സ് നിന്ന് പോയ സ്ത്രീ, അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? 3 മാസം, ചന്ദ്രമാസം അല്ലെ, 3 ഹിജ്റ മാസങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു വിധവയുടെ കാര്യത്തില് നമ്മളിവിടെ എന്താണ്, മറ്റിടത്ത് 3 ആർത്തവ കാലം എന്ന് പറഞ്ഞ പോലെ ഇവിടെ 4 ആർത്തവ കാലം അല്ല പറഞ്ഞിട്ടുള്ളത്, പകരം 4 മാസം 10 ദിവസം ആണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ 4 മാസവും പിന്നെ അതിന്റെ കൂടെ ഒരു 10 ദിവസവും? അതിന്റെ പിന്നിലുള്ള ഹിക്മ എന്താണ്? പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തിൽ പലതരത്തിലുള്ള റീസണിങ്, പല ഹിക്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, അവരുടെ പ്രഗ്നൻസി, അതായത് അവൾ പ്രഗ്നന്റ് ആണോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു സമയത്തിനുള്ളിലാണ് അതറിയുക. പലപ്പോഴും പല സ്ത്രീകൾക്കും അത് പല കാരണങ്ങളാൽ ഒരുപക്ഷെ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ പോവാം. അപ്പൊ അത് കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്
ഈ 4 മാസം 10 ദിവസം എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇതിനെ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അത് ഈ അഭിപ്രായത്തോട് അവർ യോജിക്കുന്നില്ല. കാരണം ഇങ്ങനെ 4 മാസവും 10 ദിവസവും വേണമായിരുന്നു ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു തൊലാക്ക് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ ഇദ്ദയും അത്രയാവുമായിരുന്നു. അതിനേക്കാളും കുറവാക്കാൻ പറ്റൂലായിരുന്നു എന്തായാലും. പക്ഷെ നമുക്കറിയാം തൊലാക്ക് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ ഇദ്ദ എന്ന് പറയുന്നത് 3 മാസമാണ് അല്ലെ. അപ്പം ചില പണ്ഡിതന്മാർ അതിനെ ഈ ആദ്യത്തെ അഭിപ്രായത്തിന് ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണം എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിന് മുമ്പ് ജാഹ്ലിയ അറബി കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ ഈ സ്ത്രീകളുടെ ഒരു വിധവകളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു വർഷമായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരു ഫുൾ ഇയർ വെയിറ്റ് ചെയ്യണം. അതും ഒരു സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്നത് പോലെയല്ല അവരുടെ ആ ഒരു കൊല്ലം എന്ന് പറയുന്നത്. അവരെ എല്ലാത്തിൽ നിന്നും മാറിയിട്ട് ആകെ കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണം. അവിടെ തന്നെ അവരെ ഭക്ഷണം, അവരെ എന്താണ് ബാത്റൂമിൽ പോക്കും, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആൾക്കാരും ഒന്നുമായിട്ട് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു ഫുൾ ഇയർ, അതും പല സാഹചര്യങ്ങളിൽ അവൾക്ക് വെള്ളം പോലും തൊടാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇത്രയും കാലത്തില്. ഓക്കെ, അപ്പൊ നിങ്ങൾ നാച്ചുറലി ചിന്തിക്കുക അപ്പൊ എങ്ങനെയാ ക്ലീൻ ചെയ്യാന്നൊക്കെ. അതിന് ഒരു പക്ഷെ വേറെ ഓപ്ഷൻസ് അവർ കാണുന്നുണ്ടാവുമായിരിക്കും. പണ്ട് വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണോ ക്ലീൻ ചെയ്തത് അതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രക്ക് റെസ്ട്രിക്ഷനോട് കൂടിയായിരുന്നു ഈ ഭർത്താവ് മരിച്ച സ്ത്രീ ഒരു വർഷം ജീവിച്ചിരുന്നത്. അങ്ങനെ ഏകദേശം ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് വരുമ്പോഴേക്ക് അവൾ അത്രയും വൃത്തികെട്ടതായിട്ട് കണക്കാക്കും. വൃത്തികേടായിരിക്കുമല്ലോ നാച്ചുറലി അല്ലേ. അത്രയും ഒരു മനുഷ്യനുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാണ്ട് വെള്ളം ഉപയോഗിക്കാണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും വൃത്തികെട്ട ഒരു അവസ്ഥയിലാണ് അവൾ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിംബോളിക് ആയിട്ട് അവളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കഴുതയോ ഒരു ആടിനെയോ ഒരു പക്ഷിയോ അറുത്തിട്ട് അതിന്റെ ബ്ലഡ് ഇങ്ങനെ വ്യാപിപ്പിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഇവള് ഈ ഒരു അവസ്ഥയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി, ഞാൻ ഇത്രയും ഡേർട്ടി ആണ്, ഓക്കെ, ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കുന്ന കാര്യം ആലോചിക്കുക പോലും ചെയ്ത് കണ്ടില്ലേ എന്റെ മുമ്പിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗം ചത്ത് കിടക്കുന്നത്. അത്രക്ക് വൃത്തികെട്ട അല്ലെങ്കിൽ അത്രക്ക് മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരെ പോലും വേണ്ട, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൗർഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു ദുശകുനമാണ് എന്നൊക്കെയുള്ള ആ ഒരു മോശപ്പെട്ട ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ജാഹ്ലിയ അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ കാലഘട്ടത്തിലും പല സമൂഹങ്ങളിലും ഇതുപോലെ, അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ ഒരു മോശം ശകുനമാണെന്നും അവള് ഒരു നല്ല ഗ്യാതറിങ്ങിൽ ഒരു കല്യാണ പാർട്ടിയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും അവൾ വരാൻ പാടില്ല എന്നും അവൾ സ്ഥിരമായിട്ട് വെള്ള വസ്ത്രം അല്ലെങ്കിൽ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടില്ല എന്നും അവളുടെ ജീവിതകാലം മുഴുവനും പിന്നീടുള്ള ഫുൾ കാലവും അവൾക്ക് മോർണിംഗ് പീരീഡ്, അതായത് വിഷമത്തിന്റെ സാഡ്നെസിന്റെ കാലമാണെന്നും അങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ ഇന്നും പല സമൂഹങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള കൾച്ചറുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ജാഹ്ലിയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ചില സമൂഹങ്ങൾ അത് നമുക്കറിയാം അല്ലേ. ഇപ്പം സതി നിർത്തലാക്കിയതൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഭർത്താവ് മരിച്ച ഭർത്താവിന്റെ കൂടെ ചിതയിൽ ചാടി മരിക്കുന്ന ആ ഒരു കൾച്ചർ, അതൊക്കെ ഇതിൽ നിന്നുണ്ടായത്. കാരണം അവള് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവള് ഭയങ്കര മോശമാണ്, ദുശകുനമാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്. സമൂഹത്തിന് തന്നെ അവൾ എന്താണ് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ ചീത്ത ശകുനം എന്നുള്ള പോലെ ഒരു കാര്യം, അവൾക്ക് ജീവിച്ചിരുന്നിട്ട് അവള് കാര്യമില്ല എന്നുള്ള പോലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു സമയത്ത് ഇവളുടെ ഇദ്ദ എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ഒരു വർഷമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയമം മൂലം അതിനെ ഇല്ലാണ്ടാക്കി. ഒരു ഫുൾ വർഷം അവള് ഇരിക്കൂല. പകരം ഒരു വർഷത്തിന്റെ മൂന്നിലൊരു ഭാഗം എത്രയാണ്? 12 മാസത്തില് 4 മാസം അല്ലെ. പിന്നെ ഒരു മാസത്തിന്റെ മൂന്നിലൊരു ഭാഗം 30 ദിവസത്തില് 10 ദിവസം. അപ്പം 4 മാസവും 10 ദിവസവും. അങ്ങനെ മൊത്തത്തിൽ ഒരു വർഷത്തിന്റെ ഇദ്ദനെ എത്രയാക്കി ചുരുക്കി? 2/3 ഭാഗവും കുറച്ചിട്ട് മൊത്തത്തിൽ 1/3 മാറ്റി. സുബ്ഹാനല്ലാഹ്. ഒരു ഫുൾ വർഷം ഇരിക്കൂല, 4 മാസവും 10 ദിവസവും ഇരിക്കുള്ളൂ. മാത്രമല്ല ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പല ഇദ്ദ പ്രാക്ടീസസും, ഇദ്ദയുടെ കാലത്തിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും അതും നിർത്തലാക്കി. ഇപ്പോ ഇദ്ദാന്ന് പറയുമ്പോൾ അവൾക്ക് എന്താണ്, വീണ്ടും വിവാഹം ചെയ്യാൻ പാടില്ല, വീട്ടിൽ അത്യാവശ്യങ്ങളല്ലാണ്ട് പുറത്തു പോകാൻ പാടില്ല അല്ലെ. അതുപോലെ അവള് ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭർത്താവ് ഇട്ടേച്ചു പോയ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഒരു ടൈം അവൾക്ക് കൊടുക്കുക എന്നുള്ളതാക്കി
മാറ്റി. സുബ്ഹാനല്ലാഹ്. അപ്പൊ 4 മാസവും 10 ദിവസവും. യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വ അശ്റാ. പക്ഷേ സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കുക, ഭർത്താവ് മരിക്കുമ്പോൾ അവളുടെ ഇദ്ദ എത്രയാണ്? അവള് കുട്ടിക്ക് ജന്മം നൽകുന്നത് വരെ. സൂറത്ത് ത്വലാഖില് 4-ാമത്തെ ആയത്തില് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. وأولاة الأحمال أجلهن أن يضعن حملهن. ഗർഭവതികളായ സ്ത്രീകളാവട്ടെ അവരുടെ അവധി അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാകുന്നു. അപ്പം ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അവളുടെ ഇദ്ദ എന്ന് പറയുന്നത് അവള് പ്രസവിക്കുന്നത് വരെ ആണ്. അപ്പം എല്ലാവരും എല്ലാവരും അതായത് ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞ ഏതൊരു സ്ത്രീയും അവളുടെ ഏത് പ്രായത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഇദ്ദ അവർക്ക് നിർബന്ധമാണ്. അവള് ആ ഒരു ഇദ്ദ സമയം കഴിയുന്നത് വരെ വിവാഹം ചെയ്യാൻ പാടില്ല. ഇനി എന്തൊക്കെയാണ് ഇദ്ദയുടെ റൂളുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒരു സ്ത്രീ പാലിക്കേണ്ടത്? ഒന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവൾക്ക് വേറെ വിവാഹം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടായിരിക്കും അവള് ഇദ്ദ സമയത്ത് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഉടനെ വേറെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? അവള് ഭർത്താവിന്റെ കൂടെ ജീവിക്കുകയാണ് അല്ലെ, ഇമോഷണലി അവള് ഭർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അവളുടെ ഫീലിങ്സ് എല്ലാം ആ ഒരു അവനുമായിട്ട് അല്ലെ, അവന്റെ മെന്റലി ആ ഭർത്താവുമായിട്ട് അവളുടെ ഫീലിങ്സ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. അവനിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു അവള്. സുബ്ഹാനല്ലാഹ്. അപ്പം പെട്ടെന്ന് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ വേറൊരാളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അല്ലെ. അവളുടെ ഹൃദയത്തിൽ അപ്പോഴും ആ ഒരു വേദന എന്തായാലും ബാക്കിയുണ്ട്. അവളുടെ മനസ്സ് എപ്പോഴും അവിടെ ആയിരിക്കും. ആ ഒരു മെമ്മറീസ് ഒന്നും പെട്ടെന്ന് അവൾക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല അല്ലെ. കാരണം പുരുഷന്മാരെ പോലെയല്ല. സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ലൈറ്റ് നോട്ട് ഇതിന്റെ കൂടെ പറയാം. നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന ഒരുപാട് അല്ലെ ഇപ്പൊ ഒളിച്ചോട്ടങ്ങൾ, സ്ത്രീകൾ വേറെ ബന്ധങ്ങളുള്ള സ്ത്രീകളൊക്കെ ഒളിച്ചോടുന്ന കഥകൾ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ എല്ലാവരെയും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവള് വേറൊരു ബന്ധത്തിൽ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ ഒരു സംഭവം കീപ്പ് ചെയ്യാൻ പറ്റൂല. അവൾക്ക് എങ്ങനെയും അതില്ലാണ്ടാക്കുക അല്ലെ. ഒന്നെങ്കിൽ അതിൽ നിന്ന് ഓടി ഒളിക്കുക, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൊലപാതകങ്ങൾ പലതും നടക്കുന്നത് ഇതിന്റെ പേരിൽ അല്ലെ, ആദ്യ ഭർത്താവിനെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷെ പുരുഷന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നിയമങ്ങളും അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. പുരുഷന്മാർക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹപരമായ അവരുടെ നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. എന്നാൽ സ്ത്രീക്കോ ഒരു സമയത്ത് ഒന്നേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അവളുടെ ഫീലിങ്സ്, അവളുടെ ഇമോഷൻസ്, അവളുടെ ചിന്തകൾ എല്ലാം അവനിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. സൃഷ്ടാവായ റബ്ബിനാണ് അവളെ അറിയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് ആ ഒരു കോൺസെൻട്രേഷൻ വേറെ ഒന്നിലേക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് അവൾക്ക് അതിനുള്ള സമയം വേണം അല്ലെ. ഒന്നിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം സമയം അവൾക്ക് ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നീ ഭർത്താവ് മരിച്ച ഉടനെ നീ ഓടിപ്പോയി വേറെ വിവാഹം ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊണ്ട് പറ്റൂല. അത് ഫെയർ അല്ല അല്ലെ. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിയമങ്ങൾ അതൊരു ഫെയർ ആയിട്ടുള്ള നിയമമല്ല. അവളെ അറിയുന്ന റബ്ബിന് അറിയാം അവളുടെ ഹൃദയം എവിടെയോ ആണ്, അവളുടെ മനസ്സ് വേറെ എവിടെയോ ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് അവൾക്ക് ആ സമയത്തിന് മുമ്പ് വിവാഹം ചെയ്യാൻ പാടില്ല. ഇനി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഇപ്പം കുറച്ച് ദിവസം മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാത്ത ഒരു ചെറിയ പെൺകുട്ടി ആണെങ്കിൽ പോലും അവൾക്ക് ഇദ്ദയുണ്ടെന്ന്. അപ്പൊ അവരുടെ കാര്യത്തിലോ അവരുടെ കാര്യത്തിലും എങ്ങനെയാണ് ഇദ്ദ എന്താണ് ജസ്റ്റിഫൈഡ് ആവുന്നത്? കാരണം അവൾ ഓൾറെഡി അവളുടെ മനസ്സ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയി അവിടെ സെറ്റിലായി അത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളെല്ലാം സ്ത്രീകളാണ്, നമുക്കറിയാം അല്ലെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും. ഒരു വിവാഹം നല്ല രീതിയിൽ അതൊരു അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ച് അല്ലെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ മനസ്സും എല്ലാ കാര്യങ്ങളും പ്ലാനിങ്സും ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ അതിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലെ. അവളുടെ ഫീലിങ്സേ ആ ഒരു പുരുഷന്റെ സൈഡിലേക്ക് ഓൾറെഡി തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് അവൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് അപ്പം അതായത് വളരെ ചെറിയ പ്രായത്തിലാണെങ്കിലും നിക്കാഹ് കഴിഞ്ഞ ഉടനെ ആണെങ്കിലും കല്യാണം കൺസുമേഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ പോലും അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹൃദയം അതിനകത്തേക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. സോ അവൾക്ക് അതിന് ആ ഒരു ഫീലിങ്സ് എന്നൊക്കെ ഓവർകം ചെയ്ത് ആ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവളോട് കാണിക്കുന്ന നീതിയുടെ ഭാഗം കൂടിയാണ് ഈ ഒരു സമയം, ഈ ഇദ്ദ. ആ ഒരു സമയത്ത് അവളെ വേറൊരാളും പ്രപ്പോസ് ചെയ്യാൻ പോലും പാടില്ല.
ഓക്കെ, ആ ഹീലിംഗ് സമയത്തിൽ, ആ യുദ്ധ സമയത്തിൽ അവളെ വേറൊരു പുരുഷൻ വന്ന് പ്രപ്പോസൽ, അവൾക്ക് അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് പോലും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇത് എദ്ദയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ കാലത്ത് എദ്ദയല്ല, ഈവൻ വേറെ ഒരു ഭർത്താവിന്റെ ഭാര്യയായിരിക്കുമ്പോ തന്നെ പ്രപ്പോസ് ചെയ്യലും അല്ലെ, അതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എദ്ദയിലായിരിക്കുമ്പോ പോലും അവളുടെ അടുത്ത് വേറൊരു പ്രപ്പോസലായിട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം അവളുടെ മനസ്സ് അവിടെയാണ് ഉള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ നിയമങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അള്ളാഹ്ക്ക് അള്ളാഹിന്റെ സൃഷ്ടികളെ നന്നായിട്ട് അറിയാം. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ഇദ്ദയുടെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ഒരു വിധവ, ഓക്കെ, അവള് ബ്യൂട്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഭംഗിയാക്കിയിട്ട് അല്ലെ, അവള് ഭയങ്കര ഒരുങ്ങി നടക്കാന്ന് പറയുന്നത് അവൾക്ക് അനുവദനീയമല്ല. ഇതിന്റെ അർത്ഥം അവള് വെള്ളം തൊടാൻ പാടില്ല എന്നോ, കുളിക്കാൻ പാടില്ല എന്നോ, മാന്യമായിട്ടുള്ള ഡീസന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നോ അല്ല. നമുക്കറിയാം, ഒരു മുസ്ലിം, ഒരു വിശ്വാസിയാണെങ്കിൽ ത്വഹാറ നമുക്ക് നിർബന്ധമാണ് അല്ലെ, ശുദ്ധി നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. നമുക്ക് ശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റൂല. ഈ ഒരു കാര്യം എടുത്തു പറയാൻ കാരണം, ഇതുപോലെയുള്ള പ്രാക്ടീസസ് ഒക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പല സമൂഹങ്ങളിലും ഇപ്പോഴും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവള് അവളുടെ ഭർത്താവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങി നടന്നിരുന്നുവോ അതേപോലെ അവൾക്ക് ഒരുങ്ങാൻ പാടില്ല. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ സമൂഹത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് മെജോറിറ്റി സ്ത്രീകളും ഒരുങ്ങുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടല്ല അല്ലെ. ശരിക്കും ഒരു പതിവ്രതയായ ഭാര്യയാണെങ്കിൽ പോലും അവള് ഒരുങ്ങുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ട്, അതൊരു പുരുഷൻ നോക്കിക്കൊള്ളണമെന്നില്ല, മറ്റ് സ്ത്രീകൾ നോക്കിയൊന്ന് അസൂയപ്പെടുത്തേന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റും അല്ലെ, നമ്മളൊക്കെ ഈവൻ സുബ്ഹാനല്ലാഹ്, എല്ലാ കാര്യങ്ങളും ആ ഒരു ഇസ്ലാമികമായിട്ടുള്ള ചട്ടക്കൂടിൽ നമ്മൾ പുറത്ത് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ച് സ്ട്രെസ് എടുക്കേണ്ടി വരും, 2-3 പ്രാവശ്യമൊക്കെ കേൾക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങിയിരുന്നുവോ, കാരണം ഭാര്യ ഒരുങ്ങുന്നത്, ഒരു പെണ്ണ് ഒരുങ്ങുന്നത് ഭർത്താവിന് വേണ്ടിയാണ്, ആയിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അവള് ആഭരണങ്ങളൊക്കെ ധരിച്ച് അല്ലെ, മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ അത് ഭർത്താവിന് വേണ്ടി മേക്കപ്പ് ഇട്ട്, പെർഫ്യൂം അടിക്കുന്നവരാണെങ്കിൽ അത് ഭർത്താവിന് വേണ്ടി പെർഫ്യൂം അടിച്ച്, ഡ്രസ്സ് ധരിക്കുന്നവരാണെങ്കിൽ ഭർത്താവിന് വേണ്ടി ഡ്രസ്സ് ധരിച്ച്. ഇന്ന് എത്ര ഭാര്യമാരുണ്ടാവും അല്ലെ, പറയുന്ന ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത്. ഭാര്യമാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഭർത്താക്കന്മാർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അവരവരുടെ കാര്യം നോക്കിപ്പോയത് കൊണ്ട് അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ. അങ്ങനെ മാറിയതുമാണ്. സുബ്ഹാനല്ലാഹ്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിലേക്ക് ചിന്തിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് പ്രയാസം തന്നെയാണെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ഭർത്താവിന് വേണ്ടിയാണ് ഭാര്യ ഒരുങ്ങിയിരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. മുമ്പത്തെ കാലഘട്ടത്തില് ശരിക്കും വിവാഹിതരും അവിവാഹിതരുമായ സ്ത്രീകളെ മനസ്സിലാക്കുന്നത് പോലും അങ്ങനെയാണ്. അതായത് വളരെ നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ട്, ഭംഗിയിൽ ഒരുങ്ങി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഫുൾ മേക്കപ്പ് ഇട്ട് മുഖവും തലയൊക്കെ കാണിച്ച് നടക്കാന്നുള്ളതല്ല കേട്ടോ. പക്ഷേ ഇസ്ലാമികമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാന്യമായിട്ട് ഭംഗിയിൽ ഒരുങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുങ്ങിയവര് വിവാഹം ചെയ്ത്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയവരും, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് റെഡിയായി, അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ റെഡിയായിട്ട് ഒരുങ്ങിയവരും, ഇനി അതല്ലാത്തവര് വിവാഹത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അതിന് ഒരുക്കമില്ലാത്ത ആൾക്കാരുമാണെന്ന് ആണ് മുമ്പത്തെ കാലഘട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുന്നത് പോലെ. ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഒരു വ്യത്യാസം അവിടെയുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഏറ്റവും ചെറിയ അല്ലെ, ഒരു 12 വയസ്സായ കുട്ടി പോലും സുബ്ഹാനല്ലാഹ് സൂപ്പർ മോഡൽ പോലെ ഒരുങ്ങി നടക്കുന്നത് കാണാം. എന്ത് വിവാഹം അല്ലെ, ആരാ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്, ആരാണ് ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്, ആരുമില്ല. അത് വളരെ മഷിയിട്ട് തപ്പിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ഒരു നീയത്തിൽ മാറ്റി ഒരുങ്ങുന്നവർ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഒരു സ്ത്രീ ഒരുങ്ങുന്ന അതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന് വേണ്ടിയാണ്. അപ്പൊ ഭർത്താവ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് കാണാൻ ഇല്ല, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒരുങ്ങില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ വശം. പക്ഷെ അതിനർത്ഥം എന്താ പറയാ, ഭർത്താവ് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് കാണാനില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ വൃത്തിക്ക് വസ്ത്രം ധരിക്കൂല എന്നൊന്നുമല്ല കേട്ടോ. അതൊക്കെ ഇസ്ലാമികമായ വൃത്തിയും വെടുപ്പും മാന്യതയൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. പക്ഷെ ഒരുങ്ങ എന്നുള്ള ആ ഒരു നീയത്ത് മനസ്സിലുണ്ട്, എന്നെ കാണാൻ ഭംഗി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവൾ ഒരുങ്ങണമെങ്കിൽ അത് ഭർത്താവിന് വേണ്ടി ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം അവൾ ഒരുങ്ങിയിട്ടില്ല, എന്തോ പോലത്തിൽ തോന്നിയ പോലെ വസ്ത്രം ധരിക്കാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾ ഒന്നെങ്കിൽ ഭർത്താവ് ഇല്ല, അല്ലെങ്കിൽ ഭർത്താവിനെ കാണിക്കാനില്ല, അല്ലെങ്കിൽ അവൾക്ക് മാരേജ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ഇപ്പൊ തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല, അവൾ വേറെ പല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവൾ വിഷമത്തിലാണ്, അവൾ എദ്ദയിലാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
സാധാരണ നമ്മൾ ആരെങ്കിലും നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരുങ്ങി വരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം എന്തോ കോലത്തിൽ കണ്ട് നമ്മൾ ചോദിക്കും, ഓക്കെ അല്ലേ, നിങ്ങളെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഇവർ നല്ല മാന്യമായിട്ടൊക്കെ ഡ്രസ്സൊക്കെ തയ്ച്ച് നല്ല ഭംഗിയിൽ ഒരുങ്ങി നല്ല മാച്ചിങ് സ്കാർഫൊക്കെ ഇട്ട് വരുന്ന ആളാണ്, ഇത് എന്ത് പറ്റി ഇങ്ങനെ, നമ്മൾ അങ്ങനെ ചിന്തിക്കും അല്ലേ. അപ്പൊ അവർക്ക് എന്തോ ഒരു വിഷമം ഉണ്ടോ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഈ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയുടെ ലക്ഷണമാണ് ഈ ഒരുങ്ങാതിരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ചിലർ ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ണൊക്കെ എഴുതി വരുന്ന ആൾക്കാരുണ്ടാവും. അവർ ഒരു ദിവസം കണ്ണ് എഴുതാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുഴപ്പമുണ്ടോ, അങ്ങനെ നമുക്ക് തോന്നും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കാണുമ്പം അവള് വിഷമത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതേപോലെ ഈ ഒരു വിഷമ കാലഘട്ടത്തിൽ ഈ 4 മാസം 10 ദിവസം അവള് ഒരുങ്ങാൻ പാടില്ല. ഒരു രീതിയിലും അതൊരു അട്രാക്റ്റീവായിട്ട് മാന്യമായിട്ട് വൃത്തിയായിട്ട് ധരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവൾക്ക് ഒരുങ്ങാൻ പാടില്ല. അപ്പം ഈ ഒരു പ്രൊഹിബിഷൻ, ഈ ഒരു വിലക്ക് എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകുന്ന വെച്ചാല് സ്വഹീഹ് ബുഖാരിയില് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അവര് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. ഓക്കെ. അപ്പം അവര് ഈ ഒരു കാര്യം ഒരു സ്ത്രീയുടെ മകളുടെ ഭർത്താവ് മരിക്കുകയുണ്ടായി. അപ്പം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മോൾക്ക് കണ്ണിനൊരു പ്രയാസമുണ്ട്, സ്വാഭാവികമായും ഒരുപക്ഷെ അവള് കരഞ്ഞു കരഞ്ഞു വരുന്ന പ്രയാസമായിരിക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ അവള് ഈ നമ്മള് കോഹുൽ എന്ന് പറയില്ലേ, പണ്ട് കണ്ണിൽ എഴുതിക്കൊണ്ടിരുന്ന നമ്മളെ ഇപ്പോഴത്തെ കൺമഷിയോ അങ്ങനെയുള്ള ഒരു സംഭവം, ഓക്കെ, അത് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പാടില്ല. 2 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു 4 മാസവും 10 ദിവസവും അല്ലേ എന്നാണ് അതിനെ തുടർന്ന് ചോദിക്കുന്നത്. കാരണം ആ ഒരു ഹദീസിന് പല പല വേർഷൻ റിപ്പോർട്ടുകളുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് ജാഹിലിയ കാലത്ത് നിങ്ങൾക്ക് ഒരു വർഷമായിരുന്നു, മാത്രമല്ല ആ സമയത്തുള്ള പല മോശപ്പെട്ട ആചാരങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചും എടുത്തു പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊരു 4 മാസവും 10 ദിവസവും അല്ലേ, അപ്പൊ പാടില്ല. അതായത് ഇവിടെ അവർ കണ്ണ് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കണ്ണിനൊരു പ്രയാസമുള്ളത് കൊണ്ട് ഒരു ചികിത്സ എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല. അപ്പം അത്ര പോലും അവൾക്ക് ആ ഒരു സമയത്ത് ഭംഗിയിൽ ഒരുങ്ങാൻ പാടില്ല. ഓക്കെ, ഒരു തരത്തിലും അത് പാടില്ല. ഇതും 3 പ്രാവശ്യം അവർ ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോ ആണ് പറഞ്ഞത്. അപ്പം ഒരു സ്ത്രീ അവള് ജ്വല്ലറികൾ ഇടുന്ന ആളാണ്, വളകൾ കമ്മലുകൾ അല്ലെങ്കിൽ മോതിരങ്ങൾ അതൊക്കെ ഇട്ട് ഒരുങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് അവൾക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തലയിൽ ഹെന്ന, കയ്യിലും നഖത്തിലൊക്കെ മൈലാഞ്ചി ഇടുന്നവര് അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ പ്ലെയിൻ ആയിട്ട് ഈ ഒരു സമയത്ത് നടക്കണം. മാത്രമല്ല ഇതിന് ഒരു വേറൊരു ലെവൽ ഡെപ്തും കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായിട്ടും ഒരു വിവാഹം ചെയ്ത സ്ത്രീ അവള് എങ്ങനെ ഇതൊക്കെ എത്രത്തോളം ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് പലരും കുറേ ആളുകളൊക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം ഒരു വിവാഹം ചെയ്ത സ്ത്രീ അവൾ വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ ഭംഗിയാക്കുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ നഖത്തിലൊരു മെഹന്തി ഇടുമ്പോൾ പോലും അവൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, ഇതെന്റെ ഭർത്താവിന് കാണാൻ വേണ്ടിയിട്ട് അല്ലെ, ഭർത്താവിന് എന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അവളൊരു ബ്രേസ്ലെറ്റ് ഇടുമ്പോൾ അവളൊരു റിങ് ഇടുമ്പോൾ അവളുടെ മനസ്സിലെന്താ, ഇതെന്റെ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ടാ, മൂപ്പര് അത് കാണുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂപ്പര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ എന്താണ്, ഭർത്താവ് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഒരുങ്ങുന്നത് അല്ലെ. അപ്പം ഈ ഒരു എദ്ദയിലുള്ള സ്ത്രീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഈ ഒരു ചിന്ത കടന്നു വരും. സുബ്ഹാനല്ലാഹ്. അത് അവളെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അവൾക്ക് അത് കൂടുതൽ പ്രയാസം ഉണ്ടാവുക ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അവൾക്കത് ആ ഒരു വിഷമത്തിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ വേണ്ടി, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിട്ട് മാറും. പൊതുവെ ഈ യുദ്ധ സമയം എന്ന് പറയുന്നത് അവന്റെ ചിന്തകളിൽ നിന്ന്, ഭർത്താവിന്റെ ചിന്തകളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പം എന്താണ്, ഭർത്താവിന് വേണ്ടി അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, അവന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരുന്നതൊക്കെ ഒരുങ്ങാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര താങ്ങാൻ പറ്റാത്തൊരു പ്രയാസം തന്നെ അല്ലെ, ഭയങ്കര പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതകാലം മുഴുവനും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിന് അത് ബാധിക്കും, അവളുടെ മക്കളുടെ ജീവിതത്തിന് അത് ബാധിക്കും അല്ലെ. അവൾ അതിനുശേഷം വേറൊരു വിവാഹം ചെയ്യുന്നേ ഇല്ല, ഇതന്നെ ആലോചിച്ചിട്ട് എന്റെ ജീവിതകാലം മുഴുവനും മൂപ്പരെ തന്നെ ആലോചിച്ചിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേറെ സമയമായ അവൾക്ക് വേറെ വിവാഹം അനുവദനീയമാണ്. അൽഹംദുലില്ലാ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും അതും ഇല്ല അല്ലെ, അതും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അതൊന്നും ചെയ്യാണ്ട് ഇത് തന്നെ ആലോചിച്ചിരിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ ജീവിതത്തിനെയും അല്ലെ പ്രയാസപ്പെടുത്തുക. അതായത് ഈ ഒരു ചിന്തയിൽ ആയിരിക്കാണ് തീരുമാനിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിനെയും പ്രയാസപ്പെടുത്താൻ, അത് മക്കളെയും പ്രയാസപ്പെടുത്തും ഒരുപാട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിനെയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവന് വേണ്ടി അവൾ ഒരുങ്ങിയിരുന്നത് നിർത്താനും കൂടെ പറയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ കാര്യത്തിലും ഇതിലും നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഹിക്മത്തുകൾ ഇനിയും ബാക്കിയുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം അവള് കാലത്തില് അവള് ഇതേപോലെ ഭർത്താവിന് വേണ്ടി അവൾ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തിരുന്നോ അതേപോലെ അവള് ഡ്രസ്സപ്പ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇതിനകത്ത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അത് അവള് ഇതൊക്കെ കഴിഞ്ഞ് അവള് വിവാഹം ചെയ്യാൻ തയ്യാറാവുമ്പോൾ, ഓക്കെ, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ അവള് തയ്യാറാവുമ്പോൾ അവൾ അതേപോലെ പഴയതുപോലെ ഭംഗിയിൽ ഒരുങ്ങുകയും വേണം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, വിധവ അവളുടെ വീട്ടിൽ, അതായത് അവള് ഭർത്താവിന്റെ കൂടെ എവിടെയാണോ താമസിച്ചത് അവിടെ തന്നെ ആണ് തുടരേണ്ടത്. ഓക്കെ. അവള് ഭർത്താവിന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. പക്ഷെ അവള് അത്രയും കാലം ഭർത്താവിന്റെ കൂടെ എവിടെയാണോ, അത് അവരുടെ സ്വന്തം വീടാവാം, ഓക്കെ, എവിടെയാണോ താമസിച്ചത് അവിടെ തന്നെയാണ് താമസിക്കേണ്ടത്. അവളുടെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. ഓക്കെ. അവളുടെ സ്വന്തം വീട്ടിലേക്കോ അല്ല അവളുടെ സഹോദരിയുടെ വീട്ടിലേക്കോ, എവിടെയാണോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ഇതും സത്യം പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്ക് ശരിക്കും ആ ഒരു ഷെൽട്ടർ നഷ്ടപ്പെടുകയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ ഷെൽട്ടർ നഷ്ടപ്പെട്ട അവളെ ഒരിക്കലും അവൾ ഉണ്ടായിരുന്ന ഷെൽട്ടറിൽ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ല. അവൾക്ക് അവിടെ സംരക്ഷണം കൊടുക്കണം. ഓക്കെ. അവൾ എവിടെയാണോ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് അവിടെ അവള് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. മേ ബി ചിലപ്പം 10, 20, 30 വർഷം അവിടെ ജീവിക്കുന്നുണ്ടാവും അവള്, അല്ലെ? ഇപ്പം പക്ഷെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്വത്ത് പലർക്കും പോയിട്ടുണ്ടാവും, അല്ലെ? ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഉണ്ടാവും, സഹോദരങ്ങൾക്ക് ഉണ്ടാവും, അവർക്കുണ്ടാവും, ഇവർക്കുണ്ടാവും. അപ്പൊ അവര് പറയാണ്, മുപ്പര് മരിച്ചതല്ലേ, സ്വത്തൊക്കെ ഷെയർ ആയല്ലോ, അല്ലെ? എല്ലാവർക്കും ഷെയർ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ എന്റെ ഷെയർ എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് ഈ വീട് വിൽക്കണം എന്ന് അവളടുത്ത് പറയാൻ പാടില്ല. കാരണം അവൾക്ക് ഈ സമയം അവിടെ ഷെൽട്ടർ കൊടുത്തേ മതിയാവും. അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും, കാരണം മക്കൾക്കും ഉണ്ടാവും ഷെയർ, അല്ലെ? അപ്പൊ മക്കൾ പറയാണ്, ഇത് വിറ്റിട്ട് വേണം നമുക്ക് പൈസ കിട്ടാൻ. ശരിയാണ്, അത് വിൽക്കണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ സമയം അവരവിടുന്ന് പറിച്ചു നടാൻ പാടില്ല. കഴിയുന്നത് വരെ ആ ഒരു കാര്യം, ബാക്കി എന്ത് പ്രോപ്പർട്ടി ഷെയർ ചെയ്താലും വിറ്റാലും കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നത് വരെ അവളുടെ ഭർത്താവിന്റെ കൂടെ അവൾ എവിടെയാണോ ജീവിച്ചത്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവുകൾക്ക് എവിടെയാണോ സംരക്ഷണം നൽകിയത് അവിടെ തന്നെ അവള് തുടരണം. സുബ്ഹാനല്ലാഹ്. ഇനി ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിക്കാഹ് കഴിഞ്ഞ് അവർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാത്ത കേസുകൾ ഉണ്ടാവും, അല്ലെ? അവിടെയൊന്നും നമുക്കിപ്പം ചിലപ്പം ഭർത്താവ് വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കും, അവൾക്ക് അങ്ങോട്ട് പോകാനുള്ള വിസ ഉണ്ടാവില്ല. അപ്പൊ വിസ ഉണ്ടാക്കി അവിടെ മൂപ്പര് ജീവിച്ചെടുത്ത് പോയി ജീവിക്കാന്നുള്ളതൊന്നും അല്ല. ഓക്കെ. ഇവിടെ ഇതിന്റെ ഒരു ഹിക്മത്ത് അവൾക്ക് എവിടെയാണോ സംരക്ഷണം നൽകപ്പെട്ടത് അവിടെ, കാരണം പെട്ടെന്നുള്ള ഒരു ചേഞ്ച് അവൾക്ക് അപ്പൊ താങ്ങാൻ പറ്റില്ല, അല്ലെ? കാരണം അവളുടെ സാധനങ്ങൾ, അവൾ എവിടെയാണോ ജീവിച്ചിരുന്നത് അവിടെയാണ് അവളുടെ സാധനങ്ങൾ ഉള്ളത്. അവൾക്ക് ആ സ്ഥലവുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവളുടെ ഭർത്താവുമായിട്ട് അവിടെ താമസിച്ച ആളാണ്, അല്ലെ? പിന്നെ ഭർത്താവിൻ്റെതായ പല കാര്യങ്ങളും അവൾക്ക് അവിടെ മാനേജ് ചെയ്യാനുണ്ടാവും. ഭർത്താവിന്റെ അമാനത്തുകൾ സംരക്ഷിക്കാനുണ്ടാവും. അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുണ്ടാവും. അപ്പം അതിനൊക്കെയുള്ള സമയം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പറിച്ചു നടാൻ പാടില്ല. അപ്പം ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവള് താമസിക്കേണ്ടത്. ഇനി വേറൊരു റൂള് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, അവള് ആ താമസിക്കുന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ പറഞ്ഞു എവിടെയാണ് അവൾ ഇദ്ദയുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതെന്നല്ലേ, അപ്പം അവിടെ തന്നെ ആയിരിക്കണം അവള് നിൽക്കുന്നത്. അതായത് അവൾ അവിടുന്ന് തോന്നിയ പോലെ വേറെ എവിടേക്കെങ്കിലും പോവാൻ പാടില്ല. ഷോപ്പിങ്ങിന്, അല്ലെ? ഫ്രണ്ട്സിന്റെ വീട്ടിലെ പാർട്ടിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്യാണത്തിന്, ഈവൻ പള്ളിയിൽ ഒരു ക്ലാസ്സിന്, കോൺഫറൻസിന്, തറാവി നമസ്കരിക്കാന്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് അവളുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാം. അതായത് അവള് പോവണം, അവള് പോയില്ലെങ്കിൽ കാര്യം നടക്കൂല, അല്ലെങ്കിൽ അവള് പോയില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അതൊരു പ്രയാസം ഉണ്ടാക്കും എന്നുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യാം. കല്യാണത്തിന് ഒരാൾ പോയില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അവൾക്ക് പോവാം. ഇപ്പോൾ ഉദാഹരണത്തിന് അവൾക്ക് കോടതിയിൽ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കാൻ പോകണം എന്നൊക്കെ. കാരണം സ്വാഭാവികമായും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്വത്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവള് ചെന്ന് കഴിഞ്ഞാൽ അത് കാര്യം നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പോകണം.
ഇനി അവളുടെ വീട്ടിൽ അവൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ആരും ഇല്ലാന്ന് വിചാരിക്കുക, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, അല്ലെ, ചോറും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരും ഇല്ല വാങ്ങി കൊടുക്കാൻ, ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ അവൾ തന്നെ പോയി വാങ്ങണം. അത് അത്യാവശ്യങ്ങളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ ആരുമില്ല, ചെറിയ കുട്ടികളാണ്, മൂപ്പരുള്ളപ്പോൾ മൂപ്പരായിരുന്നു കൊണ്ടുവരാറ്. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യും? കുട്ടികൾക്ക് അവൾ ഇരുന്ന് കരയാൻ പറ്റുമോ? ഇല്ല, അവൾക്ക് പോയി. കാരണം അതൊക്കെ അവളുടെ അത്യാവശ്യങ്ങളാണ്. ഇനി അവളൊരു സ്റ്റുഡന്റ് ആണെന്നിരിക്കട്ടെ, അവള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാറായി, ഒരു എക്സാം എഴുതാനാ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ആ കോഴ്സ് അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോയേ മതിയാവും എന്നുണ്ടെങ്കിൽ അവൾക്ക് പോവാം. ഇനി അവൾക്ക് ജോലി വേണമെന്നിരിക്കട്ടെ, അതായത് ഭർത്താവ് ഒന്നും വിട്ടച്ച് പോയിട്ടില്ല, അവൾക്ക് ജീവിക്കാനുള്ള വകുപ്പിൽ അവൾ ജോലി ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവൾക്ക് കണ്ടിന്യൂ ചെയ്തേ മതിയാവും, അവൾക്ക് വേറൊരു വരുമാനമില്ല, അവൾക്ക് പോവാം. കാരണം അതൊക്കെ അവളുടെ ജീവിതത്തിന്റെ അത്യാവശ്യങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ അവൾ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇപ്പൊ ബാങ്കിൽ ചിലപ്പോൾ പോകേണ്ട ആവശ്യം ഉണ്ടാവും, അതുപോലെയുള്ള അവളുടെ അത്യാവശ്യങ്ങൾ അവൾക്ക് അതിനുവേണ്ടി അവൾക്ക് പുറത്തു പോകാം. അല്ലാത്ത ഒരു കാര്യത്തിനും, അത് ഈവൻ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പോലും അവൾക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അവളെ ആളുകൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. അവിടെയും ഇസ്ലാമികമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, അതായത് നോൺ മഹറം ഒക്കെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യങ്ങളിൽ അത്യാവശ്യമായ സാഹചര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവളെ ആളുകൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. കാരണം അവൾ സ്വാഭാവികമായും ആൾക്കാരെ കമ്പനി ആവശ്യമുള്ള ഒരു സമയമാണ്, അതല്ലേ, ഭയങ്കര വിഷമമുള്ള സമയമാണ്. അവളെ വീട്ടിൽ ഒറ്റക്ക് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരും വരാനില്ല എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് തന്നെ പോയേക്കും. അതുകൊണ്ട് അത് സമൂഹത്തിന്റെയും അവളുടെ കുടുംബത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് അവളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെ. ഇടയ്ക്കൊന്നും പോയി അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ചു നേരം സംസാരിച്ച് അവളെ ഒന്ന് ഓക്കെ ആക്കി, അല്ലെ. കാരണം അവൾക്ക് പുറത്തേക്ക് ഇറങ്ങി സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ആ ഒരു സമാധാനം, സന്തോഷം കിട്ടാനില്ല. അപ്പം അവിടേക്ക് ചെന്നിട്ട് അവൾക്ക് ആ ഒരു ഹീലിംഗ് ടൈമിൽ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ, സുഹൃത്തുക്കളുടെ ഒക്കെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ഇനി ചില സമയത്ത് ചിലപ്പോൾ ആൾക്കാർ പറയും, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കൂടുകയുള്ളൂ, അതുകൊണ്ട് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അവൾ ഓക്കെ. അപ്പം പ്രത്യേകിച്ച് ഈ വളരെ ചെറുപ്പത്തിലൊക്കെ, അല്ലെ, ഭർത്താവ് മരിച്ച കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ ഓരോ എക്സ്പ്ലനേഷൻസ് കണ്ടെത്താറുണ്ട്. അന്ന് പോയി അവൾ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവൾ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തിനെതിരെ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളിനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചാലും ചില കാര്യങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്, നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ത്രീ, ഇല്ല എനിക്ക് വീട്ടിലിരുന്നാൽ വിഷമം വരും, ഞാൻ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കും, അതുകൊണ്ട് ഞാൻ പുറത്തു പോട്ടെ, പാർട്ടിയിൽ പങ്കെടുക്കട്ടെ, കല്യാണത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളിനി അത് ചെയ്യുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ അവൾ പുറത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ ആ വേദന ഉണ്ടാവും, അല്ലെ. അതുകൊണ്ട് പുറത്തു പോയത് കൊണ്ട് അവൾക്ക് ആ ഒരു ലോസിനെ, ആ ഒരു നഷ്ടത്തിനെ, ആ ഒരു വിഷമത്തിനെ ഓവർകം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് പോലെയുള്ള നഷ്ടങ്ങൾ, അതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ സ്വീകരിച്ചേ മതിയാവും. സുബ്ഹാനല്ലാഹ്. അത് ഇത്തരത്തിൽ എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് എതിരെ പോയിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത് നമ്മളുടെ എന്താണ്, ഒരു കുഫ്രെന്ന് വേണമെങ്കിൽ പറയാം, അതായത് നിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ്, അതനുസരിക്കുക. പിന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പലതരത്തിലുള്ള തേച്ചു മാച്ച് കളയാന്ന് വിചാരിക്കുന്നത് ശരിയല്ല, അത് യാഥാർത്ഥ്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉള്ളത്, അവളിപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോവാണെന്ന് വെച്ചോ, അത്യാവശ്യങ്ങൾക്ക് പുറത്ത് പോവാന്ന് വെച്ചു, അല്ലെ, പോവാന്ന് പറഞ്ഞു. പക്ഷെ പുറത്ത് പോവാണെങ്കിലും രാത്രികൾ അവളുടെ അവളുടെ വീടുകളിൽ തന്നെ വന്ന് ചെലവഴിക്കണം. ഉദാഹരണത്തിന് ജോലിക്കോ, ഇനി എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണാനോ, ഈവൻ എന്തെങ്കിലും വളരെ വിഷമം വന്നിട്ട് ഒരു സഹോദരിയുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രാത്രിയിൽ അവള് തിരിച്ച് ഏത് വീട്ടിലാണോ അവളുടെ ഇദ്ദ, ഓക്കെ, അവളുടെ ഭർത്താവിന്റെ വീടാണെങ്കിൽ അങ്ങനെ എവിടെയാണോ ഇദ്ദ അവിടേക്ക് അവള് തിരിച്ചു വരണം. രാത്രി വേറെ എവിടെയും ചെലവഴിക്കാൻ പാടില്ല. മുജാഹിദ് നറേറ്റ് ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് കാണുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിന് ശേഷം കുറെ സ്ത്രീകൾ വിധവകളായിട്ടുണ്ട്, അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 70ഓളം രക്തസാക്ഷികൾ ഉണ്ടായിരുന്നു. അപ്പൊ മദീനയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 10-70 വിധവകൾ ഒറ്റ സമയത്ത് ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതിയായിട്ട് പറയും, നബിയെ, ഞങ്ങൾക്ക് രാത്രിയാകുമ്പോൾ പേടിയാവുക,
ഞങ്ങൾ വീട് സ്വാഭാവികമാണ് അല്ലെ, അവരെല്ലാരും ഒറ്റപ്പെട്ടു രാത്രി. ഇപ്പം ആരോടെങ്കിലും വന്നിപ്പോ ഉമ്മയുടെ അടുത്തോ സഹോദരിയുടെ അടുത്തോ സഹോദരന്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ പറയാൻ പറ്റുമായിരിക്കും. ഒരു ദിവസം 2 ദിവസം 3 ദിവസം വന്ന് നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രയാസം. ഇപ്പൊ രാത്രികളിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടി തോന്നുകയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം കുറെ വിധവകൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരുടെ വീടുകളിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് സമാധാനമായിട്ട് അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുപേര് ഒന്നിച്ച് നിന്നോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടിയായിട്ട് പറയപ്പെടുന്നത്, നിങ്ങൾ പൊയ്ക്കോ, സംസാരിച്ചോ, ആരുടെങ്കിലും വീട്ടിൽ നിങ്ങൾ ഒന്നിച്ച് കൂടിക്കോ, ഓക്കെ, പക്ഷേ ഉറങ്ങാറാവുമ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ വരണം, അവിടെ നിങ്ങൾ താമസിക്കരുത്. സുബ്ഹാനല്ലാഹ്. കാരണം ഇതിന് റീസൺ ആയിട്ട് ഹിക്മത്തായിട്ട് ഇതിനെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, രാത്രി എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ സമയമാണ് അല്ലെ. ഒരു വിധവയായ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവൾക്കെതിരെ സംശയത്തിന്റെ കണ്ണുകൾ, കണ്ടോ മൂപ്പര് മരിക്കാൻ കാത്തുക്കാണോള്, അവിടാണ് താമസം, പടച്ചോനറിയാം അവിടെ എന്താ നടക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം രാത്രികൾ എന്ന് പറയുന്നത് സംശയത്തിന്റെ സമയമാണ്. പകൽ ആളുകൾ ഉപജീവനത്തിന് വേണ്ടി നടക്കുന്ന സമയമാണ് അല്ലെ. അപ്പം പകലിനേക്കാളും കൂടുതൽ രാത്രിയിലാണ് സംശയങ്ങൾ ഉണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് പറയപ്പെടുന്നു. മുജാഹിദ് റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അത്യാവശ്യങ്ങൾക്കല്ലാതെ പകല് പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, രാത്രിയിൽ അവൾ തിരിച്ചവിടെ എത്തുകയും വേണം. വേറെ പുറത്തൊരു സ്ഥലത്ത് തങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എന്താ അല്ലേ ഓരോ നിയമങ്ങളുടെ ഹിക്മത്തുകൾ. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു ഹദീസില് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഉമ്മയുടെ സഹോദരി 3 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്യപ്പെട്ടതാണ്, അതായത് തലാഖൽ ബാഇൻ. അപ്പം സ്വാഭാവികമായും അവർ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോയി സ്വന്തം വീട്ടിൽ ഇദ്ദ ചെയ്യാണ്. അപ്പം നമുക്കറിയാം ഇതിന്റെ ഇദ്ദ എന്ന് പറയുന്നത് 3 ആർത്തവകാലമാണ് അല്ലെ. പക്ഷെ ഈ ഒരു ഇദ്ദ സമയത്ത് അവര് അവരുടെ ഇതുണ്ടാവല്ലോ, ഈത്തപ്പനത്തോട്ടം എന്ന് വിചാരിക്കാം. ഓക്കെ, അവരുടെ തോട്ടത്തിൽ ഹാർവസ്റ്റിംഗ്, അതായത് അതിന് സമയമാകുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ കട്ട് ചെയ്യണം അല്ലെ. ആ തോട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം. അപ്പം ഇവരത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തോട്ടത്തിലേക്ക് പോയി. അപ്പം ഒരാള് അവരെ കണ്ടിട്ട് പറയും, നീ ഇദ്ദ സമയത്തല്ലേ, നീ എങ്ങനെ ഇങ്ങനെ പുറത്തു പോയിട്ട് നിന്റെ തോട്ടത്തിൽ ചെന്നിട്ട് വർക്ക് ചെയ്യാ, ജോലി ചെയ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അവർ ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, പാടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്യുന്ന കാര്യം നീ ചെയ്തു. കാരണം ഒരു പക്ഷെ നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചാരിറ്റി സ്വതക്ക കൊടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നീ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നീ ഈ സ്ത്രീയെ ഇവർ ഇത്രയും കാലം അല്ലെ 4 മാസം, അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 3 മാസം കംപ്ലീറ്റ് ഈ ഒരു മരങ്ങളെ അല്ലെങ്കിൽ തോട്ടങ്ങളെ കണ്ടില്ല എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് നശിച്ചു പോകും അല്ലെ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജോലിയാണ്, അവർ ചെയ്യേണ്ട. അവർ ചെന്നിട്ടില്ലെങ്കിൽ അത് വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ജോലിയാണ്. അതുകൊണ്ട് അത് ചെയ്യാം. അപ്പം ഒരു സ്ത്രീ അവള് വിധവയാണെങ്കിൽ അവളുടെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവൾക്ക് അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അവളത് ചെയ്യാം. അതില്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അവൾക്കത് ചെയ്യാം. പക്ഷേ ഇന്ററാക്ഷൻസ് എപ്പോഴും വളരെ മിനിമം ആക്കി വെക്കുക. സാമൂഹികമായ ഇടപെടലുകൾ, ഇപ്പോൾ അവൾ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവളുടെ സാമൂഹികമായ ഇടപെടലുകൾ വളരെ മിനിമം ആക്കി വെക്കുക. എനിക്ക് ജോലിക്ക് പോയേ മതിയാന്ന് വെച്ചാൽ ജോലിക്ക് പോയി അവിടെ ചെന്ന് കഫേയിൽ പോയിട്ട് കുറേ മണിക്കൂറുകൾ തോന്നിയ പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബോയ്സിൻ്റെ അടുത്തും ഗേൾസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊന്നും അനുവദനീയമല്ല. അത്യാവശ്യങ്ങളിൽ ഒതുക്കി നിൽക്കുക. കാരണം അവൾ അപ്പോഴും എന്താണ്, ആ ഒരു സങ്കടത്തിന്റെ കാലഘട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അത്യാവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഗെറ്റ് ടുഗെദേഴ്സും ക്ലാസ്സസും വെഡ്ഡിങ്സും പാർട്ടീസും ഒന്നും പെടുന്നുമില്ല. അപ്പം യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും. അപ്പം എന്തിന്റെ നിയമങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്? ഇദ്ദയുടെ, അതായത് വിധവയുടെ ഇദ്ദയുടെ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ബലഗ്ന അജലഹുന്ന, അങ്ങനെ അവരുടെ അവധി എത്തിയാൽ. അജൽ നമ്മൾ കണ്ടതാണ് അല്ലെ, അതായത് അവരുടെ ആ ഇദ്ദയുടെ അവസാനം 4 മാസം 10 ദിവസത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ, ഇദ്ദ കഴിഞ്ഞാല് ഫലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ തെറ്റില്ല. ആരാണ് ഈ നിങ്ങൾ? ഇവിടെ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ വലിയകള്. ഓക്കെ, അവളുടെ ക്ലോസസ്റ്റ് മെയിൽ റിലേറ്റീവ്സ്, ഉപ്പയാവാം, സഹോദരനാവാം, പിതൃ സഹോദരനാവും മാതൃ സഹോദരനാവും, ആരാണോ അവൾക്ക് വലിയായിട്ട് ഉള്ളത് അവരെ കുറിച്ച് അവരോട് പറയണം, നിങ്ങളുടെ മേല് തെറ്റൊന്നുമില്ല. എന്തില്? ഫീമ യാതൊന്നിൽ ഫഅൽന,
അവര് പ്രവർത്തിക്കുന്നത്. ആരാണ്? സ്ത്രീകൾ. ഓക്കെ, ഫഅൽന നൂൻ അവസാനത്തത് സ്ത്രീകളെയാണ് കാണിക്കുന്നത്. അലൈക്കും അത് പുരുഷന്മാരെയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫഅൽന സ്ത്രീകളുടെ അടുത്ത്, അവർ സ്ത്രീകൾ ചെയ്യുന്നതിൽ ഫി അൻഫുസിഹിന്ന അവരുടെ കാര്യത്തിൽ, അവരുടെ സ്വന്തം കാര്യങ്ങളിൽ, ഓക്കെ, ബിൽ മഅറൂഫ് മര്യാദ അനുസരിച്ച്. അപ്പം അല്ലയോ വലിയകളെ, അല്ലെങ്കിൽ ഗാർഡിയൻസ്, സ്ത്രീകളുടെ ഗാർഡിയൻസ് അവരോട് പറയാണ്, അതിനുശേഷം ഇവരുടെ ഇദ്ദ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ത്രീകൾ അവരുടെ കാര്യങ്ങളിൽ ബിൽ മഅറൂഫ് അനുസരിച്ച്, മര്യാദ അനുസരിച്ച് എന്തോന്ന് ചെയ്യുന്നുവോ അതിൽ നിങ്ങൾ കുറ്റക്കാരല്ല. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇദ്ദയ്ക്ക് ശേഷം, ഓക്കെ, ഇദ്ദ 4 മാസം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീകൾക്ക് അവർക്ക് വേറെ വിവാഹം ചെയ്യണം എന്ന് വെക്കാം. ഓക്കെ, അവര് മാനസികമായിട്ട് അതിന് തയ്യാറായി നോക്കാം. അപ്പൊ അതിന്റെ പേരിൽ അവരൊരു ഇത്തിരി സോഷ്യലൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ മുമ്പ് പോവാത്ത പല കാര്യങ്ങളിലും, കല്യാണങ്ങളിലും ചടങ്ങുകളിലൊക്കെ അവർ പോവാൻ തുടങ്ങാണ്. അവരവിടെ മാന്യമായിട്ട്, അതായത് മുമ്പ് അവർക്ക് ഒരു തരത്തിലുള്ള ബ്യൂട്ടിഫിക്കേഷനും അവർക്ക് പാടില്ലായിരുന്നു, അല്ലെ? ഒരു മോതിരം ഇടാൻ പോലും ഭർത്താവിന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്ന ഒരു കാര്യങ്ങളും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അവർ മെല്ലെ ഭംഗിയായിട്ട് ഒന്ന് വൃത്തിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച്, ഓക്കെ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മാട്രിമോണിയൽ പ്രൊഫൈലിൽ അവരുടെ ഇതൊക്കെ കൊടുക്കുകയാണ്, പ്രൊഫൈലൊക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പറയണം, ഓക്കെ, നല്ല ബന്ധങ്ങൾ വന്നാൽ പറയണേ എന്ന് പറയാണ്. ഓക്കെ, ഇദ്ദ കഴിഞ്ഞിട്ട് ഈ വിധവ അവളൊരിത്തിരി ഇൻട്രസ്റ്റ് കല്യാണങ്ങളിൽ കാണിക്കുകയാണ് എന്ന് വെക്കുക. ഓക്കെ, അപ്പം അവളുടെ വലിയകളുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ മേല് അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്, അല്ലെ, തൊലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയും അല്ലെങ്കിൽ വിധവയായ സ്ത്രീയും അവർക്ക് ആണ് അവളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ അതോറിറ്റി. അവൾക്ക് അവളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാം. അവൾക്ക് അവളുടെ ഇണകളെ തപ്പാൻ വേണ്ടിയിട്ട് അവൾക്ക് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആളുകളുടെ അടുത്ത് വേണമെങ്കിൽ പറയാം, ഓക്കെ, ഞാൻ തയ്യാറാണ് കേട്ടോ, എനിക്ക് വേറൊന്ന് നോക്കണം കേട്ടോ. കാരണം അവൾക്കാണ് അവളുടെ ആവശ്യങ്ങൾ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു വിവാഹം ചെയ്യാത്ത വെർജിൻ ആയിട്ടുള്ള ചെറിയ കുട്ടി, അതായത് തീരെ വിവാഹം ചെയ്യാത്ത ഒരു പെൺകുട്ടിയേക്കാൾ വിവാഹം ചെയ്ത് തൊലാക്ക് ചൊല്ലപ്പെട്ട അല്ലെങ്കിൽ വിധവയാക്കപ്പെട്ട സ്ത്രീക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു അധികാരം, അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ അവൾക്കൊരു അതോറിറ്റി കൂടുതലുണ്ട്. അപ്പൊ അവൾക്ക് തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും. ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന. ഓക്കെ, അതിൽ നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല, അല്ലയോ വലിയകളെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ബിൽ മഅറൂഫ്, അല്ലെ? അവള് ചെയ്യുന്നത് എന്താണ്? മര്യാദാപൂർവം ആയിരിക്കണം. അവൾ തോന്നിയ പോലെ എവിടേക്കിലൊക്കെ പോയി ഏതെങ്കിലും ആണുങ്ങളൊക്കെ ഡേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡേറ്റിംഗ് വെബ്സൈറ്റുകളിലൊക്കെ കയറി കണ്ട ആണുങ്ങളോടൊക്കെ സംസാരിച്ച് കൊഞ്ചി കുഴഞ്ഞ്, അതല്ല. ഓക്കെ, അത് ശരീഅത്തിന്റെ ഹുദൂദുകളിൽ നിന്നുകൊണ്ട് ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ഇത് സുനൻ നസായില് വന്ന സ്വഹീഹായ റിപ്പോർട്ടാണ്. സുബൈഅ അൽ അസ്ലമിയ, ഓക്കെ, അവരുടെ ഭർത്താവ് സഅദ് ബിൻ ഖൗല മരിച്ചു. അവർ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മരിച്ചു പോയതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഇവർ മരിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇവർ കുട്ടിക്ക് ജന്മം നൽകി. അവരുടെ നിഫാസ് കഴിഞ്ഞു. ഓക്കെ, നിഫാസ് കഴിഞ്ഞ് അവള് കുളിച്ച് ശുദ്ധിയായി, അവള് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം, ഈ ഭംഗിയാവാന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തിലെ പോലെ തോന്നിയ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് തലയൊക്കെ തുറന്നു നട്ട് നടക്കുന്നതല്ല കേട്ടോ. അവള് ആ ഒരു ഇദ്ദ കാലഘട്ടത്തിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടോ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ട്, ഓക്കെ, വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ച് അവള് പുറത്തേക്ക് കല്യാണങ്ങൾക്കും അങ്ങനെയുള്ള അതായത് സോഷ്യൽ ഇന്ററാക്ഷനിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പം അബൂ സനാബിൽ ഇബ്നു ബക്കാക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവളുടെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇത്ര സ്റ്റൈലായിട്ടൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് ബ്യൂട്ടിഫൈ ചെയ്ത് നടക്കുന്നത്, നീ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ? നിനക്ക് 4 മാസം 10 ദിവസം വരെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പം സുബയ്യ ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എന്താണ് ഇതിന്റെ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിന്റെ ഇദ്ദ നീ കുട്ടിക്ക് ജന്മം നൽകിയതോടുകൂടി കഴിഞ്ഞു. അല്ലെ, അവളുടെ ഇദ്ദ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് ഭർത്താവ് മരിച്ചത്. അതുകൊണ്ട് അവളുടെ ഇദ്ദ നീ കുട്ടിക്ക് ജന്മം നൽകിയതോടുകൂടി കഴിഞ്ഞു. അപ്പം അതിനുശേഷം അവൾക്ക് ആ ഒരു രീതിയിൽ വസ്ത്രം ധരിക്കാനും സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, ഇനി അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു വിവാഹം ചെയ്യാനും അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കാനും ഒക്കെ അവൾക്ക് അനുവാദമുണ്ട്. ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിൽ എന്താണ്, വലിയകൾക്ക് യാതൊരു തെറ്റുമില്ല. ഈ ഒരു കാര്യം അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്താൽ അവരുടെ മേലിൽ ഇതിന്റെ പേരിൽ കുറ്റമൊന്നും ഇല്ല.
കാരണം അവള് യുദ്ധ കാലഘട്ടത്തിൽ ഒരു പക്ഷെ അവൾ ആരെങ്കിലും എന്തെങ്കിലും ഗെറ്റ് ടുഗെദറിനോ പാർട്ടിക്കോ കല്യാണത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവള് പോവില്ലായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അവള് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ അവിടെ പോവുള്ളായിരുന്നു. ചിലപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിക്കാന്ന് വെച്ചോ, ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവള് പോവില്ല. എന്തിനാ, ഞാൻ യുദ്ധയിലാണ്. പക്ഷെ അവിടെ ഫ്രണ്ട് പറയാൻ, നിനക്ക് ഇവിടെ ഒരു അഡ്വക്കേറ്റ് വരും, നിന്റെ പേപ്പർ, സ്വത്തിന്റെ പേപ്പറുകളൊക്കെ നിനക്ക് ഇവിടെ വെച്ച് സൈൻ ചെയ്യാം, അപ്പൊ അവൾക്ക് പോവാം അല്ലെ? ആ ഒരു രീതിയിലാണ്. അതായത് അത്യാവശ്യങ്ങളാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവള് യുദ്ധ കാലഘട്ടത്തിൽ പോവുമായിരുന്നു, പോവുള്ളായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഫ്രണ്ടിനെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പോവാം, അവൾക്ക് മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചു പോവാം. ഓക്കെ. കാരണം അവൾ അപ്പം മാന്യമായിട്ട് ഡ്രസ്സൊന്നും ധരിക്കാണ്ട് ആഭരണങ്ങളൊന്നും ഇടാണ്ട് ഒരു ചത്ത പോലെ പോയി കഴിഞ്ഞാൽ അപ്പോഴും അവള് വിഷമത്തിലാണ് എന്നാണ് കരുതപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ രണ്ട് തമ്മിൽ വസ്ത്രം ഡ്രസ്സപ്പ് ചെയ്യുന്നതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം, ഒരു സ്ത്രീ വിവാഹിതയാണ്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഒരുങ്ങിയതാണ്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി തയ്യാറാണ്. ഇത് രണ്ടുമാണ് ഒരു സ്ത്രീ ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ. മറ്റത് എന്താണ്, ഒന്നെങ്കിൽ അവള് സാഡാണത്, അല്ലെങ്കിൽ യുദ്ധയിലാണ്, ഭർത്താവ് മരിച്ച വിഷമത്തിലാണ്, അല്ലെങ്കിൽ അവൾ വിവാഹത്തിന് വേണ്ടി റെഡി അല്ല, അവൾ വേറെ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അവൾ യുദ്ധ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതേ സുഹൃത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാം, മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട്. ഓക്കെ. ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് നോർമലായിട്ട് അവൾക്ക് അവിടെ പോവാം. അതിന്റെ അർത്ഥം അവളൊക്കെ ഇനി ഒരു പക്ഷെ വേറൊരു ബന്ധത്തിന് വേണ്ടി അവൾ തയ്യാറാണ് എന്നുള്ളതാണ്. വീണ്ടും ഈ ബന്ധത്തിന് വേണ്ടി തയ്യാറാണ് എന്നുള്ളതൊക്കെ അവളുടെ ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ, അവളുടെ ഇഷ്ടമാണ്, അവൾക്കാണ് അവിടെ അതോറിറ്റി ഉള്ളത്. പക്ഷെ ആ പോണതും ചെയ്യുന്നതും ഒക്കെ എന്തായിരിക്കണം, ബിൽ മഅറൂഫ് ആയിരിക്കണം. അല്ലാതെ തോന്നിയ പോലെ ആണും പെണ്ണുങ്ങളൊക്കെ ഉള്ളിടത്ത് അടിച്ചു പൊളിച്ചു പോകാനല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനല്ല പറയുന്നത്. ബിൽ മഅറൂഫ് ആയിരിക്കണം. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, അള്ളാഹു വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. വെറും അറിവല്ല, നല്ല സൂക്ഷ്മമായിട്ട് അള്ളാഹ്ക്ക് അറിയാം. നമ്മൾ നല്ലോണം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അള്ളാഹ്ക്കറിയാം ഒരു വിധവയുടെ കാര്യത്തിൽ അവളുടെ ഇദ്ദ എപ്പോഴാണ് കഴിയുന്നത് എന്നല്ലേ. ഇദ്ദ കഴിയുന്നതിന് മുമ്പേ അവള് വേറെ ഒരു ഇണയെ തപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അള്ളാഹ്ക്കറിയാം അല്ലെ. മനസ്സുകൊണ്ട് അവള് തപ്പുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ, അതായത് അത് മഅറൂഫാണോ അല്ലേന്നും അള്ളാഹ്ക്കറിയാം അല്ലെ. അവൾ എന്തിനു വേണ്ടിയാണ് ഏത് രീതിയിലാണ് അവൾ വസ്ത്രം ധരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവൾ ഒരുങ്ങുന്നത്, എന്തിനു വേണ്ടിയാണ് അവൾ പുറത്തേക്ക് പോണതെന്ന് അതും അള്ളാഹ്ക്കറിയാം. അപ്പം ലിമിറ്റ്സ് ഒന്നും ക്രോസ് ചെയ്യാൻ അവിടെ പാടില്ല. അള്ളാഹ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അവൾ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ഇദയുടെ കാര്യം പറഞ്ഞു. ഇദയുടെ കാര്യം പറഞ്ഞതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു, ഇദ്ദ കാലഘട്ടത്തിൽ അവള് എങ്ങനെ ഒരുങ്ങാതിരിക്കുന്നുവോ, ഇദ്ദ കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു മാരേജിന് തയ്യാറായാൽ, മാനസികമായിട്ട് തയ്യാറായാൽ അവൾക്ക് ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കാം. അവൾക്ക് സാമൂഹികമായിട്ടുള്ള ഗെറ്റ് ടുഗദേഴ്സിലൊക്കെ പോവാം. അവിടെ ഇപ്പം ഈവൻ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും അങ്ങനെ വിവാഹാലോചനകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരു പയ്യന്റെ പെങ്ങൾക്ക് അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അവൾ ആ ഒരു രീതിയിലായിരിക്കണം അവിടെ പോകുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി ആയിരിക്കണം അവള് ഒരുങ്ങുന്നതും അവളെ സെൽഫായിട്ട് പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഇദ്ദയുടെ സമയത്ത് അവൾക്ക് വിവാഹം നിഷിദ്ധമായ സമയത്ത് എങ്ങനെ ഒരുങ്ങരുത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു നോർമൽ രീതിയിലുള്ള ഡ്രസ്സിങ്ങിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറയുന്നു, അതേപോലെ ഒരു സ്ത്രീ വിവാഹത്തിന് തയ്യാറാവുമ്പോൾ, ഒരു പെൺകുട്ടിയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വിവാഹത്തിന് തയ്യാറാവുമ്പോൾ അവൾ ഭംഗിയായിട്ട് അട്രാക്റ്റീവായിട്ട്, എഗൈൻ ഏത് അട്രാക്റ്റീവ് പറയുമ്പോഴും നമുക്ക് ആ ഒരു നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കലല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. കാരണം വാക്കുകൾക്ക് നമുക്കൊരു പരിമിതി ഉണ്ട് ഇത് പറയുന്നതിന്. അപ്പം അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരുങ്ങലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പം അവളെ വിവാഹത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അതേപോലെ ഒരുങ്ങി ഞാൻ റെഡിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വസ്ത്രം ധരിക്കലും പോക്കും ഒക്കെ അനുവദനീയമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ അതിനെയൊക്കെ വേറൊരു കണ്ണുകൊണ്ട് കൂടി നോക്കി കാണുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയല്ല, അള്ളാഹു അവൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അത് ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ആണെങ്കിലും വിധവയായിരുന്ന സ്ത്രീ ആണെങ്കിലും അവരുടെ ഇദ്ദ സമയത്തിന് ശേഷം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ, വീണ്ടും പറയണത് അവളുടെ കയ്യിലാണ് അതിന്റെ കൂടുതൽ അധികാരമുള്ളത്. അവൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഏത് പ്രായമാണെങ്കിലും ഓക്കെ, അതിന് നമ്മളായിട്ട് പ്രായമൊന്നും ലിമിറ്റ് ചെയ്യേണ്ട. ഇത്രയൊക്കെ വയസ്സായിട്ടാണ് ഓക്കെ ഇത് ഇറ്റാലൊക്കെ തോന്നുന്നതെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അവൾക്കാണ് അവളുടെ ആവശ്യം അറിയുന്നത്. അവൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യാം. അവൾക്ക് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുകയും ചെയ്യാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിക്കാഹ് വലിയ തന്നെ നടത്തി കൊടുക്കണം.
ഓക്കെ. പക്ഷെ അവൾക്ക് ആ കാര്യത്തിൽ മുൻകൈ എടുത്ത് ഇറങ്ങാം. അതല്ലെങ്കിൽ നമ്മൾ അതിന് അതായത് അവൾ ആ രീതിയിൽ വസ്ത്രമൊന്നും ധരിച്ചില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ പോവുകയാണെങ്കിൽ അവൾ അതിന് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് അതിനെ കണക്കാക്കപ്പെടുക. പിന്നെ വേറെന്താ അതിൽ പറയാനുള്ളത്? അതായത് നമ്മൾ ഈ ഇപ്പം നമ്മൾ പെണ്ണ് കാണുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ഒരു പയ്യന് ചെക്കന് ഇഷ്ടം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുന്ന സാഹചര്യത്തിൽ പലതും അനുവദനീയമാണ് അല്ലെ. അവള് ഫേസ് കവർ ചെയ്ത് നടക്കുന്ന കുട്ടിയാണെങ്കിൽ ഫേസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവൾ കാണിച്ചു കൊടുക്കണം. അതേപോലെ ഈവൻ മുടി പോലും അവന് കാണണം തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട്, അതായത് വിവാഹം ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള ഒരു പെണ്ണ് കാണലിന്റെ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവൾ കാണിച്ചു കൊടുക്കണം എന്നാണ്. അപ്പം ഇതേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വിധവയായ ശേഷം, വിദ്യക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീക്കും ബാധകമാണ്. അതായത് അവളുടെ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്ന, അവളെ വിവാഹം ചെയ്യാൻ താല്പര്യമുള്ള ഒരു പുരുഷൻ അവന് ഈ പറഞ്ഞ രീതിയിലൊക്കെ അവള് ബിൽ മഅറൂഫ് എന്നുള്ള ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ആ രീതിയിലൊക്കെ ഒരുങ്ങാനും കാണിക്കാനും ഒക്കെ അവൾക്ക് അനുവാദം ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം ഓർക്കുക, ഇദ്ദ എന്നുള്ള സംഭവം അത് നിർബന്ധമാണ്, ഇദ്ദ വാജിബാണ്. ഓക്കെ. എല്ലാ തരത്തിലുള്ള സൗജായിട്ടുള്ള, അതായത് ഏത് തരത്തിലും നിക്കാഹ് കഴിഞ്ഞ സ്ത്രീ, അത് ഒരുപക്ഷെ ആ സ്ത്രീ വർഷങ്ങളോളം ഭർത്താവും ആ സ്ത്രീയും സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദ അവളുടെ മേൽ ബാധ്യതയാണ്. അതായത് അവള് ലീഗലി അവനുമായിട്ട് നിക്കാഹിൽ തന്നെ, ബന്ധത്തിൽ തന്നെ ആയിരിക്കുന്ന സാഹചര്യം ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഇദ്ദ തുടങ്ങുന്നത് ഭർത്താവ് മരിക്കുന്ന ആ ദിവസമാണ്. തൽക്കാലം കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിൽ, അതൊക്കെ കഴിയട്ടെ എന്നിട്ട് ഇദ്ദ ഇരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ല. അന്നാണോ ഭർത്താവ് മരിക്കുന്നത് അന്നാണ് ഇദ്ദ തുടങ്ങുന്നത്. പിന്നെ ഇദ്ദയ്ക്ക് ശേഷം ഈ പറഞ്ഞ പോലെ അവൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. പിന്നെ ജാഹ്ലിയ കാലത്ത് വേറെ പല പ്രാക്ടീസസും ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ നീതി എതിരായിട്ടുള്ള, അതായത് ചില സ്ത്രീകളെ, അതായത് ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് എങ്ങനെ മറ്റുള്ളവര് എടുക്കും, മീൻസ് മറ്റുള്ളവർക്ക് പോവോ, അനന്തരാവകാശ സ്വത്ത് എങ്ങനെ പോവോ അതുപോലെ അവന്റെ ഭാര്യയെയും ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാൾക്ക് 3 ഭാര്യമാരും 15 ആടും 10 ഒട്ടകവും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവന്റെ ഒരു സഹോദരൻ 10 ഒട്ടകത്തിനെ എടുത്തു, വേറൊരു സഹോദരൻ 15 ആടിനെ എടുത്തു, മറ്റൊരു സഹോദരൻ ഇവന്റെ 2 ഭാര്യയും ഒരു അമ്മാവും വന്നിട്ട് ഇവന്റെ 3ാമത്തെ ഭാര്യയും എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു സമ്പ്രദായം സുബ്ഹാനല്ലാഹ് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അതും നിർത്തലാക്കിയിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 19ാമത്തെ ആയത്തില് യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, നിങ്ങൾക്ക് സ്ത്രീകളെ, അതായത് സ്വത്ത് പോലെ സ്വായത്തമാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് അനുവദനീയമല്ല. സ്ത്രീകൾ സ്വത്തുക്കളല്ല, അവര് സ്വന്തമായിട്ട് അവകാശമുള്ള ഒരു സ്ട്രോങ് ഇൻഡിവിജ്വൽ ആണ്. സ്വന്തമായിട്ട് അവർക്ക് ഐഡന്റിറ്റി ഉണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു ലിമിറ്റേഷന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ സ്ത്രീകളെ പോലെ വിവാഹം ചെയ്യാനും അവരുടെ ഒരു ഹീലിംഗ് പീരീഡ് കഴിഞ്ഞാൽ 4 മാസം 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ സ്ത്രീകളെ പോലെ അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ അവരുടെ ഉള്ളിൽ അനുവാദം ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം, സമയം ആണ് ഹീലറാണ് അല്ലെ. അവർക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സമയം കൊടുത്ത് ആ സമയത്തിന്റെ കൂടെ ചില നിയമങ്ങളും കൊടുത്ത്, ആ നിയമങ്ങളിൽ പോലും അല്ലെ അവള് ഒരുങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമത്തിൽ പോലും ഒരു ഭംഗിയുണ്ട്. കാരണം അവൾ അത്രയും കാലം ഭർത്താവിന് വേണ്ടിയാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അവൾ ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഭർത്താവിന്റെ ചിന്ത വരും. അപ്പം അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവൾക്ക് ആ ഒരു സമയം കൊടുക്കുകയാണ് ഹീൽ ചെയ്യാൻ വേണ്ടി. അവളെ എവിടെയാണോ അവളുടെ ഹൃദയം തങ്ങി നിന്നിരുന്നത് അതിൽ നിന്ന് അവളെ പറിച്ച് നടാനുള്ള ശ്രമമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇദ്ദ എന്ന് പറയുന്നത് നിർബന്ധമാണ്, ബാധ്യതയാണ്. ഏത് തരത്തിലുള്ള സ്ത്രീകളാണെങ്കിലും, അത് കല്യാണം കഴിഞ്ഞ ഉടനെ ആണെങ്കിലും പ്രായമായവരാണെങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇനി വയസ്സാം കാലത്ത് ഇദ്ദ, ചിലർ അങ്ങനെ പറയാറുണ്ട്. ചിലർ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ അവർ ഒന്നിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇദ്ദയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ
നിയമങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും ഹിക്മത്തുകളും അറിയാത്തതിന്റെ പേരിൽ നമ്മളുടെ അടുത്തേക്ക് വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല, അറിവില്ലായ്മയുടെ പേരിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. അറിഞ്ഞ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് റബ്ബ് തരട്ടെ. അതേപോലെ അത് അറിവില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എളുപ്പവും അതിനുള്ള വഴികളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.